നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നിർണായകമായ ടെലിഫോൺ സംഭാഷണം നടത്തി. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന മൂന്നാമത്തെ ടെലിഫോൺ ചർച്ചയാണിത്. നിലവിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്കകളും താൽപ്പര്യങ്ങളും ഇറാനെ അറിയിക്കുക എന്നതായിരുന്നു ഈ സംഭാഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നിൽക്കുന്ന ഈ പോരാട്ടം വെസ്റ്റ് ഏഷ്യയുടെ സമാധാനം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ഹോർമുസ് കടലിടുക്കടക്കമുള്ള തന്ത്രപ്രധാനമായ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മൂന്നാഴ്ചക്കിടെ മൂന്നാം തവണയും ജയശങ്കർ ഇറാനിയൻ മന്ത്രിയുമായി സംസാരിക്കുന്നത്. ചർച്ചയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പ്രധാനമായും ഊന്നൽ നൽകിയത് 3 കാര്യങ്ങൾക്കാണ്. 1. മേഖലയിലെ സമാധാനം തിരികെ കൊണ്ടുവരാൻ എത്രയും വേഗം ചർച്ചകൾ ആരംഭിക്കണം. 2. പശ്ചിമേഷ്യയിൽ കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ. 3. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും വ്യാപാര താൽപ്പര്യങ്ങളും. ഇറാനിലെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ചർച്ച കൂടിയാണിത് എന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സങ്കീർണമായ ഈ സാഹചര്യത്തിലും ഇറാനുമായി ഒരു തുറന്ന സംവാദം നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര സമീപനം വളരെ കൃത്യമാണ്. ഒരു വശത്ത് ഇസ്രയേലുമായും അമേരിക്കയുമായും അടുത്ത ബന്ധം പുലർത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധവും ചബഹാർ തുറമുഖം പോലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതും അതിനു പിന്നാലെ ഇന്ത്യ ഒരു ഇറാനിയൻ കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയതും ഈ നയതന്ത്ര ചതുരംഗക്കളത്തിലെ നിർണായക നീക്കങ്ങളായിരുന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ജയശങ്കർ ചർച്ചയ്ക്ക് ശേഷം എക്സിൽ കുറിച്ചു. യുദ്ധം തുടരുമ്പോഴും സംഭാഷണത്തിൻ്റെ വാതിലുകൾ അടയ്ക്കരുത് എന്ന ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ഈ സമ്മർദ്ദം എത്രത്തോളം ഫലം കാണുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.